നമസ്കാരം. വിവാദ പ്രസംഗവുമായി CPM MLA യു പ്രതിഭ. നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണിയുടുക്കാത്ത താരങ്ങളെ മതിയെന്നും തുണിയുടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറുകയാണെന്നുമാണ് യു പ്രതിഭ പ്രസംഗിച്ചത്. MLAയുടെ സദാചാര പ്രസംഗത്തിനെതിരെ വൻ പ്രതിഷേധമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിലാണ് സദാചാര പ്രസംഗവുമായി യു പ്രതിഭ MLA രംഗത്തെത്തിയത്. കട ഉദ്ഘാടനങ്ങൾക്ക് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവരുന്നതെന്നും നമ്മുടെ സമൂഹത്തിന് സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണെന്നും യു പ്രതിഭ MLA പറഞ്ഞു. കായംകുളം എരുവ നളന്ദ കലാസാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ 34ാം വാർഷിക ആഘോഷത്തിന്റെ സമാപന വേദിയിൽ സംസാരിക്കവെയാണ് യു പ്രതിഭ MLA ഇത്തരത്തിൽ സംസാരിച്ചത്. ബുധനാഴ്ച നടന്ന പരിപാടിയിലാണ് യു പ്രതിഭയുടെ സിനിമാക്കാരെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം. നമ്മുടെ സിനിമാക്കാരോട് സമൂഹത്തിന് ഒരു തരം ഭ്രാന്താണെന്നും എന്തിനാണ് ഇതെന്ന് മനസ്സിലാകുന്നില്ലെന്നും കട ഉദ്ഘാടനത്തിന് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവരുന്നതെന്നും യു പ്രതിഭ പറഞ്ഞു. ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നതാണ് പുതിയ സംസ്കാരം. ഇത്രയ്ക്ക് വായ്നോക്കികളാണോ കേരളത്തിലെ മനുഷ്യരെന്നും യു പ്രതിഭ പ്രസംഗത്തിനിടെ ചോദിച്ചു. ഉടുപ്പിടാത്ത സിനിമാ താരങ്ങൾ വന്നാൽ എല്ലാവരും അങ്ങോട്ട് ഇടിച്ചു കയറും. അത്തരം രീതികൾ മാറ്റണം. തുണി ഉടുത്തു വന്നാൽ മതി എന്ന് പറയണം. ഇതൊക്കെ പറയുന്നത് സദാചാരം ആണെന്ന് പറഞ്ഞ് തന്റെ നേരെ വരരുതെന്നും മാന്യമായ വസ്ത്രധാരണം അനുസരിക്കേണ്ട തന്നെയാണെന്നും യു പ്രതിഭ MLA പറഞ്ഞു. തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദിഗംബരന്മാരായി നടക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ ചോദ്യം ചെയ്യേണ്ട അവകാശമൊന്നും നമുക്കില്ല. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട്. മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുന്നതാണ് പരിപാടി. അവരുടെ വസ്ത്രം ഇറുകിയതാണോ എന്നൊക്കെ കമന്റ് ചെയ്യുന്നതാണ് രീതിയെന്നും യു പ്രതിഭ MLA പറഞ്ഞു. അതേസമയം പ്രസംഗത്തിനിടെ മോഹൻലാലിനെയും യു പ്രതിഭ വിമർശിച്ചു. മോഹൻലാൽ നടത്തുന്ന ഒളിഞ്ഞുനോട്ട പരിപാടി ഉണ്ട് എന്നാണ് പ്രതിഭ പ്രസംഗത്തിൽ പറഞ്ഞത്. മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുകയും അവരുടെ വസ്ത്രം ഇറുകിയതാണോ എന്ന് കമന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പരിപാടിയെന്നും പ്രതിഭ പറഞ്ഞു. അനശ്വര നടനാണ് ഈ പരിപാടി ചെയ്യുന്നതെന്നും പ്രതിഭ വിമർശിച്ചു. ജനാധിപത്യത്തിൽ വരേണ്ടത് താരരാജാക്കന്മാരല്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പച്ച മനുഷ്യന്മാരാണെന്ന് ധൈര്യത്തോടെ പറയാൻ നമ്മൾ തയ്യാറാവണമെന്നാണ് പ്രതിഭ വിമർശിച്ചത്. മോഹൻലാൽ അവതാരകനായി എത്തുന്ന TV ഷോയ്ക്കെതിരെയാണ് വിമർശനവുമായി പ്രതിഭ MLA എത്തിയത്. പരിപാടിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു MLAയുടെ വിമർശനം. പരിപാടി ഒളിഞ്ഞുനോട്ടമാണെന്ന് MLA പറയുമ്പോൾ ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്കെതിരെ ഒളിയമ്പാണെന്നത് വ്യക്തമാണ്. കേരളത്തിൽ ഇപ്പോൾ വൈകുന്നേരം നടത്തുന്ന ഒളിഞ്ഞുനോട്ട പരിപാടി ബിഗ് ബോസ് എന്ന രീതിയിലാണ് ഈ പ്രതിഭ MLA സംസാരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ പ്രതിഭ MLAക്കെതിരെ നിലവിൽ നടത്തുന്നത്. ജനാധിപത്യത്തിൽ വരേണ്ടത് താരരാജാക്കന്മാരല്ല എന്ന് മോഹൻലാലിനെ വിമർശിക്കുന്ന ഈ പ്രതിഭ MLAക്കെതിരെയും വലിയ രീതിയിൽ വിമർശനമുണ്ട്. അതേസമയം മുൻപ് വർണ്ണശബളമായ വസ്ത്രങ്ങൾ ഇടുന്ന രാഷ്ട്രീയ നേതാവായ പ്രതിഭയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും എതിർപ്പ് വന്നിരുന്നു. അന്നും വ്യക്തി സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഭയെ പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പിന്തുണച്ചിരുന്നത്. ഇതേ പ്രതിഭയാണിപ്പോൾ സദാചാര പ്രസംഗം നടത്തുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം എന്താണെന്ന് പോലും ഈ പ്രതിഭയ്ക്ക് അറിയാത്തതുപോലെ സംസാരിക്കുന്നത്. എന്തായാലും സാമൂഹിക മാധ്യമത്തിൽ ഈ പ്രതിഭയുടെ പ്രസംഗത്തിനെതിരെ വൻ വിമർശനം നടക്കുന്നുണ്ട്.